കോട്ടയം നമ്മൾ കോട്ടയത്തോട്ട് പോവാം. കോട്ടയത്ത് ഈ തിരുവഞ്ചൂരിനെ ഇനിയും കോട്ടയംകാർ 4ാം തവണയും കൈവിടില്ലെന്നുള്ള വലിയൊരു പ്രതീക്ഷയിൽ തിരുവഞ്ചൂര് മത്സരത്തിന് ഇറങ്ങുകയാണ്. അപ്പം LDF-കാര് അനിൽകുമാറിനെ ഇറക്കുന്നുണ്ട്. അതായത് എനിക്കൊന്ന് 2021 തിരുവഞ്ചൂരിനെ അനിൽകുമാർ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതേ അനിൽകുമാറിനെയാണ് ഇത്തവണയും LDF കളത്തിൽ ഇറക്കാൻ പോകുന്നത്. NDA ആണെങ്കിൽ P അനിൽകുമാറിനെ ഇറക്കുന്നുണ്ട്. ഈ രീതിയിലാണ് കോട്ടയത്തെ ഒരു കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഈ പറയുന്ന 4ാം തവണയും തിരുവഞ്ചൂരിന് അവിടെ പ്രതീക്ഷയുണ്ടോ, അല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ കോട്ടയത്ത് നടക്കാൻ പോകുന്നത്? കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുമാരനെല്ലൂരും നാട്ടകവും പനച്ചിക്കാടും പിന്നെ വിജയപുരവും എല്ലാം അടങ്ങുന്ന ഒരു പഞ്ചായത്തുകളിൽ അടങ്ങുന്ന ഒരു വലിയ മണ്ഡലമാണ് കോട്ടയം. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പൊളിറ്റിക്സ് അല്ല. അവിടെ കോട്ടയത്തിന് ഒരു വികസനം എന്ന് പറയുന്ന ഒന്നിനെയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പം 3 ടേം പൂർത്തിയാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. അടൂരിലുണ്ടായിരുന്നു. അടൂരിൽ നിന്ന് പിന്നീട് കോട്ടയം എന്ന് പറയുന്ന മണ്ഡലത്തിലേക്ക് മാറിയ ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരായിട്ട് 2016 വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നുവെങ്കിൽ തന്നെയും അതൊന്നും തിരുവഞ്ചൂരിനെ ഏശാതെ പോയി എന്നുള്ളതാണ്. ചായ കുടിക്കാൻ കയറിയതും പിന്നെ കരിക്ക് കഴിക്കാനായിട്ട് കയറിയതൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും അതൊന്നും വലുതായിട്ട് ഏശിയിട്ടില്ല. VN വാസവനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കോട്ടയത്ത് അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ട പിടിച്ചത്. അങ്ങനെ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് അനിൽകുമാറിനെയാണ് സ്ഥിരം പരാജയപ്പെടുത്തുന്നത്. വീണ്ടും അനിൽകുമാർ തന്നെ അനിൽകുമാർ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോട്ടയത്തേക്ക് വരുന്നു. എന്തുകൊണ്ട് കോട്ടയത്ത് വികസനം ചർച്ച ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യം, അവിടെ കോട്ടയത്തിന് ചുറ്റുവട്ടത്തായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നഗരത്തിന്റെ തിരുനക്കര എന്ന് പറയുന്ന ഭാഗത്ത് ഏകദേശം ഒരു 2-3 റോഡുകൾ കൂടിച്ചേരുന്ന ഒരു ഭാഗത്ത് ഒരു ആകാശപാത എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രോജക്റ്റ് അവരവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹം ഇപ്പോൾ പറയുന്ന കണക്കുകൾ പ്രകാരം ഏകദേശം 5 കോടി സംതിങ്, ഏകദേശം 5-6 കോടി രൂപയ്ക്കകത്ത് അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ ഈ കോട്ടയംകാരെ ഇത്ര ഭംഗിയായി പറഞ്ഞു പറ്റിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ തവണ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ആകാശപാത ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹം ഇതിന് മുന്നോടിയായിട്ട് നടത്തിയ പത്രസമ്മേളനം നോക്കിക്കഴിഞ്ഞാലും 6 കോടി രൂപയിൽ അത് പൂർത്തീകരിക്കാം, ഇതിന്റെ മേളോട്ട് പിന്നെയും കെട്ടാം എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ 2 തട്ടുകളിലായിട്ട് ഒരു വലിയ ആകാശപാതയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞ പദ്ധതി ഇടുന്നത്. ഇത് എന്നാൽ അതേസമയം ഇത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 17 കോടി രൂപയെങ്കിലും വേണമെന്ന് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയിൽ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഈ ആകാശപാത എന്ന് പറയുമ്പോൾ പലയിടങ്ങളിൽ ഇതിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ബലക്ഷയം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പം IIT പാലക്കാടും അതോടൊപ്പം തന്നെ ഇവരുടെ പിന്നെ ചെന്നൈയിൽ നിന്നൊക്കെയുള്ള വിദഗ്ധ സംഘം വന്ന് പരിശോധിച്ചതിൽ നിന്നും അതിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നോക്കിയാൽ കാണാം, പലയിടങ്ങളിലും ഇരുമ്പിലാണ് തീർത്തിരിക്കുന്നത്. ഇരുമ്പിൽ തീർത്തിരിക്കുന്ന ഈ സാധനത്ത് പലയിടങ്ങളിലും തുരുമ്പ് കയറിയിട്ടുണ്ട്. ഇരുമ്പിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് തുരുമ്പ് കയറും. തന്നെയല്ല കാറ്റും മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് എങ്ങനെയായിരുന്നാലും ഒരു ഇരുമ്പ് വസ്തുവിന് ഉണ്ടാകാവുന്ന കാലോചിതമായി അല്ലെങ്കിൽ കാലാനുസൃതമായി ഉണ്ടാകാവുന്ന എല്ലാ ബലക്ഷയവും അതിനുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പലയിടങ്ങളിലും ഇതിൻ്റെ ഒരു റൗണ്ടിന് ചേർത്തിട്ട് ഈ റൗണ്ടിന് പുറത്ത് തൂണ് വന്നതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇങ്ങനെ സ്റ്റാൻഡ് കൊടുത്തിട്ടൊക്കെയാണ് അതിപ്പോൾ നിർത്തിയിരിക്കുന്നത്, ആ ഒരു റൗണ്ട് തന്നെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് ഭാവിയിൽ ഒരു ആകാശപാത എന്നുള്ള നിലയിലേക്ക് ഇത് ഉയർന്നു വരുമ്പോൾ ഇതിന് എത്രത്തോളം ബലം ഉണ്ടാകുമെന്നും എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം ഉണ്ട്. അപ്പൊ ഇത് തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു തന്ത്രമാക്കി പിന്നെ തിരുവഞ്ചൂർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് കോട്ടയം നഗരത്തിലേക്ക് നമ്മൾ പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം കോട്ടയം നഗരം ഒരു ഗതാഗത കുരുക്കിന്റെ നഗരം പോലെയാണ് പലർക്കും ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ നഗരവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയായി തന്നെ അവശേഷിക്കുന്നു. അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോടിമത എന്ന് പറയുന്ന സ്ഥലമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വാട്ടർ ടൂറിസം പദ്ധതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണ്. എന്നാൽ ഇന്ന് അവിടെ വാട്ടർ ടൂറിസം നടക്കുന്നുണ്ടോ, വാട്ടർ ടൂറിസം എത്രത്തോളം വലുതായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചും ആൾക്കാർക്ക് ഒരു പിടിയില്ല. അവിടെ വാട്ടർ ടൂറിസം എന്താണെന്ന് അവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പം വികസനം അല്ലെങ്കിൽ ടൂറിസം മേഖല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കോട്ടയത്തിന്റെ മുഖം എങ്ങനെ മിനുക്കാനാണ് ഇനിയിപ്പം ഈ തിരുവഞ്ചൂർ ശ്രമിക്കുന്നതെന്ന് അറിയില്ല. ആകപ്പാട് അവിടെ ഒരു 1 വേ സംവിധാനം ഉള്ളത് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങി ഏകദേശം ഒരു 200-300 മീറ്റർ മാത്രമായി 1 വേ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ കയറി നാട്ടകം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗത്ത് കോടിമത വരെ എത്തി നിൽക്കുന്ന ഒരു 1 വേ സംവിധാനം. കാരണം ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റാത്തത് സ്ഥലമെടുപ്പ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. അതിന് പലപ്പോഴും റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് പല
കെട്ടിടങ്ങളും അവിടെ നിൽക്കുന്നത്. അതൊന്നും പൊളിച്ചു നീക്കാനോ അങ്ങനെയുള്ള സാധ്യതയൊന്നുമില്ല. എന്ന് വെച്ചാൽ കോട്ടയം നഗരം ശരിക്കും പറഞ്ഞാൽ ശ്വാസം മുട്ടി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പം അതിനെയൊക്കെ മറികടക്കാൻ ഈ പറയുന്ന 15 വർഷക്കാലം കൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും നോക്കേണ്ട ഒരു ഘടകം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം നഗരത്തിന് വേണ്ടി സത്യത്തിൽ ഉദ്ഘാടനമല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അതായത് ആരെങ്കിലുമൊക്കെ വിളിക്കും, കോളേജുകളിലെ ഫംഗ്ഷന് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടങ്ങളിലുള്ള പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പോവുക, ചിലരുടെ വീട്ടിലൊക്കെ പോയിട്ട് പാലുകാച്ചിന് കയറുക, അവിടെ നിന്ന് കരിക്ക് കുടിക്കുക. ഇതല്ലാതെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു എഫർട്ട് എടുക്കുകയും. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, പല ഭാഗങ്ങളിൽ ഇപ്പം അവിടെ എന്തോ പിന്നെ സ്പോർട്സിന്റെ ഹോസ്റ്റൽ എന്തോ ആരംഭിച്ചു എന്ന് പറയുന്നു. ഇതൊന്നും അവിടെ നോക്കിക്കോളൂ, അതിന്റെ നടുക്കായിട്ട് കിടക്കുന്ന കോട്ടയം നഗരത്തിന്റെ നാഗമ്പടം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു ഓഡിറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയം നവീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല. അവിടെ ഇപ്പോഴും പഴയ ആ സ്റ്റേഡിയം അതേ ഗതികെട്ട അവസ്ഥയിൽ കാട് കയറി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാനോ ഒന്നും ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള ഒരു MLA ഉണ്ടായിരുന്നിട്ട് കൂടി നടക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. എന്ന് വെച്ചാൽ പല നഗരം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ആ നഗരം വല്ലാത്ത ഗതികെട്ട ഒരവസ്ഥയിലേക്ക് വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി ജീവിക്കുകയാണ്. പലയിടങ്ങളിലും ട്രാഫിക് കുരുക്കുകൾ പിന്നെ നിരന്തരം ഉണ്ടാകുന്നു. പലയിടങ്ങളിലും എല്ലാ നഗരങ്ങളിലും നമ്മൾ പരിശോധിച്ച് നോക്കിക്കോളൂ. ഒട്ടുമിക്ക പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും അവിടങ്ങളിലെ റോഡുകൾ, അതോടൊപ്പം തന്നെ അവിടുത്തെ നഗര ഗതാഗതം കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെയുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ പലപ്പോഴും പരിമിതമായ പാർക്കിംഗ് സൗകര്യങ്ങൾ മാത്രമാണ് കോട്ടയം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പൊ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ വികസനം ഈ കഴിഞ്ഞ 15 വർഷം കൊണ്ട് കോട്ടയം നഗരത്തിലേക്ക് എത്തി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം നഗരം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോട്ടയത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു UDF ചിന്തകരാണ്. ഈ UDFന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ജില്ലകളിൽ ഒന്ന് കോട്ടയം തന്നെയാണ്. UDF എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക്, കോൺഗ്രസ് കേരള കോൺഗ്രസിന് 2 കേരള കോൺഗ്രസുകൾക്കൊക്കെ ഈ കോട്ടയം എന്ന് പറയുന്ന ജില്ല വളരെ പ്രാധാന്യമുള്ളതാണ്. മധ്യ തിരുവിതാംകൂർ ആണല്ലോ UDFന്റെ ഏറ്റവും പ്രബലമായ ശക്തി കേന്ദ്രം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് പുറത്തേക്ക് നിന്നുകൊണ്ട് ജനങ്ങൾ വിധി എഴുതിയാൽ, അതായത് ഞങ്ങൾക്ക് വികസന നായകൻ എന്നൊക്കെ പിന്നെ തിരുവഞ്ചൂരിനെ കൊണ്ട് വികസനമൊന്നും സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. നഗരം ഈ പറയുന്ന 15 വർഷം കൊണ്ടും കോട്ടയം നഗരത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അവിടെ പറയുന്ന പോലെ സ്കൂളുകൾക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വികസനം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ പേരെഴുതി വെക്കാൻ പോലെയുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും കോട്ടയം നഗരത്തിൽ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് വികസനമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ അനിൽകുമാറിനെ പോലെ ഒരു നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽകുമാർ അറിയാം, പാർട്ടിയുടെ വലിയ പ്രാധാന്യമുള്ള ഒരു നേതാവ് തന്നെയാണ് അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിഷൻ ഒക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്ത കാര്യങ്ങളല്ലാതെ, സംസ്ഥാന സർക്കാരുമായി ഇടപെട്ടുകൊണ്ട് സർക്കാരിന്റെ കിഫ്ബി പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു MLA എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നില്ല പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു വലിയ മഹാനായ മനുഷ്യനാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ഒഴുക്കുകൾ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണ 18,000 ശിഷ്ടം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ നിന്ന് വിജയിച്ച് കയറുന്നത്. അപ്പം ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ തിരുവഞ്ചൂരിന് കുറവൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം അവര് പൊളിറ്റിക്സിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു നഗരത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ വികസനത്തെ കുറിച്ചിട്ട് അവരാരും പ്രത്യേകിച്ച് കോട്ടയത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ലേ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഈ പറയുന്ന പോലെ കോട്ടയം ഇവിടെ നിൽക്കുന്ന ഏറ്റുമാനൂരുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഒരു അത്യാഹിതം കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്ന എന്നാൽ പൊളിച്ചു കളയപ്പെടേണ്ടത് ആയ കുറെ കാര്യങ്ങൾ, ആ ബിൽഡിംഗ് തകർന്നു വീഴുന്നതും ഒരു സ്ത്രീ മരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നും കുറ്റം മുഴുവൻ നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്കും വീണ ജോർജിന്റെ തലയിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ഇവരൊക്കെ എന്ത് ചെയ്തു? അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഓടി വന്നുകൊണ്ട് സർക്കാരിനെ കുറ്റം പറയാനല്ലേ ശ്രമിച്ചത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചാണ്ടിയുമ്മ വന്നിട്ട് സർക്കാരിനെ കുറ്റം പറയാനല്ലേ ശ്രമിച്ചത്. അതുവരെ പൊളിച്ചു കളയണമെന്ന് സർക്കാർ ഇൻഡാസ് കൊടുത്തിരിക്കുന്ന ബിൽഡിംഗ് അവിടെ നിർത്തിയിരിക്കുകയായിരുന്നേ അവര്. അപ്പൊ അതിന് ഉത്തരവാദിത്തം പറയേണ്ടതായിരുന്നു ശരിക്കും അവിടുത്തെ നഗരസഭയിൽ ഉത്തരവാദിത്തം പറയേണ്ടത്, അല്ലെങ്കിൽ അവിടെയുള്ള MLA ഉത്തരവാദിത്തം പറയേണ്ടത്. അപ്പൊ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ടെന്നേ. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം വീർപ്പുമുട്ടി ജീവിക്കുകയാണ്. ഈ പറയുന്ന കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഒരു ധാരണയുണ്ട്, എന്ത് വന്നാലും കോട്ടയത്ത് നിന്ന് ജയിക്കാൻ സാധിക്കും.
അപ്പൊ ഞങ്ങൾ കോട്ടയത്തുള്ള ആൾക്കാർക്ക് ഞങ്ങൾ വികസനം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ ഇതൊക്കെ സഹിച്ച് UDF തന്നെ വോട്ട് ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വീണ്ടും വീണ്ടും ജയിപ്പിക്കും എന്ന് പറയുന്ന കാര്യം 3 വട്ടം ജയിച്ചു, ഹാട്രിക് അടിച്ചു. ഹാട്രിക് അടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും 4ാം തവണയും തിരുവഞ്ചൂർ ജയിക്കും എന്നൊക്കെയുള്ള ധാരണയാണ്. എന്നിട്ട് ഇതിനൊക്കെ ആകാശപാതയൊക്കെ ഉയർത്തി കാണിക്കുകയാണ്. ആകാശപാത പക്ഷെ അത് പൊളിച്ചു കളയേണ്ട സമയം കഴിഞ്ഞു എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ആ സാധനം ഇനി അവിടെ നിർത്തിക്കൊണ്ട് പോയിട്ട് അർത്ഥമില്ല. കാര്യം ഒന്നാമത്തെ കാര്യം അത്ര സ്പേസ് ലാഭിക്കാൻ പറ്റും. അവിടെ നിന്നൊരു വാഹനം തിരിഞ്ഞു പോകണമെങ്കിൽ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇടുക്കിയിലേക്കുള്ള പ്രധാന പാതയിലേക്ക് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന KK റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡായിട്ട് വരും. അപ്പൊ അവിടെ ഈ ഒരു സാധനം അവിടെ നിൽക്കുന്നിടത്തോളം കാലം അവിടെയുള്ള യാത്രാ ദുരിതം വർദ്ധിക്കുകയുള്ളൂ, യാത്രാക്ലേശം വർദ്ധിക്കുകയുള്ളൂ. അതിന് പകരം അത് പൊളിച്ചു കളഞ്ഞ് ചെറിയൊരു ഐലൻഡ്, ട്രാഫിക് ഐലൻഡ് പോലെ ഉണ്ടാക്കി അവിടെ നിർത്തിയാൽ മതിയാവും. അല്ലാതെ പിന്നെ കോട്ടയം നഗരത്തിൽ വലിയ മാറ്റമൊന്നും ഈ ആകാശപാത കൊണ്ട് വരാനൊന്നും പോകുന്നില്ല. ടൂറിസത്തിന്റെ നിരവധി അനന്ത സാധ്യതകൾ കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ അവിടെയൊക്കെ ഏത് തരത്തിലുള്ള ടൂറിസം ഡെവലപ്മെന്റ് ആണ് തിരുവഞ്ചൂർ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്? അല്ലെ തിരുവഞ്ചൂർ മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇതൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അത് കോട്ടയംകാർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാറ്റി വോട്ട് ചെയ്യും, മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ സത്യത്തിൽ ഒരു ഇടതുപക്ഷം എന്നുള്ളതിൽ BJPക്ക് വലിയ പ്രാതിനിധ്യം അവിടെ ഉണ്ടാകാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ മറ്റേ അനിൽകുമാറിനെ അധികം തൊടാതെ പറഞ്ഞത്. അതേസമയം അവിടെ ഉണ്ടാകേണ്ട മാറ്റം ശരിക്കും ഇനിയും ഈ പറയുന്ന രാഷ്ട്രീയം നോക്കാതെ അവിടെയുള്ള ജനങ്ങൾ ഒരു വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു നഗരം തന്നെയാണ്. അല്ലാതെ തീർത്തും ഈ തകർന്നടിഞ്ഞ നഗരമൊന്നും അല്ല അത് കോട്ടയം. അപ്പം അവിടെ വികസനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ പലതും ഉണ്ട്. നമ്മൾ അതിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യത അനന്ത സാധ്യതകളുള്ള ടൂറിസത്തിനാണെങ്കിലും സാധ്യതകളുണ്ട്. ഇവിടെ ഇപ്പം കോട്ടയം ബസ് സ്റ്റാൻഡിന്റെ വികസനം ഇത്രയും കാലമായിട്ട് തുടങ്ങിയിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. കോട്ടയം ബസ് സ്റ്റാൻഡ് വികസനം, KSRTC സ്റ്റാൻഡിന്റെ എത്രയോ കൊല്ലക്കാലമായി KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പട്ടി പോലും കയറി കിടക്കാൻ അറയ്ക്കുന്ന ഒന്നായി മാറിയിരുന്നു. നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം കോട്ടയം ബസ് സ്റ്റാൻഡിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ കോട്ടയം ബസ് സ്റ്റാൻഡിലേക്കൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് ബസ്സുകളില്ല. പോട്ടെ, ബസ്സുകൾ ഉണ്ടെന്ന് വെച്ചോളൂ, ആ ബസ്സുകളിലേക്ക് എവിടെ എങ്ങനെ നമുക്കൊരു ആക്സസബിലിറ്റി ഇല്ലാത്ത തരത്തിൽ ഒരു വല്ലാത്ത എന്താ പറയുക ഒരു കുരുക്ക് പോലെ ഫീൽ ചെയ്യുന്ന ഒന്നായിരുന്നു. അവിടുത്തെ മതിയായ വെളിച്ചമോ സൗകര്യങ്ങളോ അവിടെ എത്തുന്ന യാത്രക്കാരെ സംബന്ധിച്ച് അവർക്കൊരു തീരാ ദുരിതം സമ്മാനിക്കുന്ന ഒന്നായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ആ ഇതിന് കോട്ടയം ബസ് സ്റ്റാൻഡിന്റെ മുഖച്ഛായ തന്നെ മാറുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ഇനിയും കോട്ടയത്ത് ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ ഈ പിന്നെ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു MLA അവിടെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. തിരുവഞ്ചൂരിനെ കൊണ്ട് പ്രത്യേകിച്ചൊരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യത്തിൽ കോട്ടയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തിരുവഞ്ചൂർ അട്ടർ വേസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് കോട്ടയംകാർ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ വിജയസാധ്യത അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.